കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസത്തിൻ്റെ പ്രഭാതം ആശംസിച്ചുകൊള്ളുന്നു. ഇത്തരത്തിൽ നല്ലൊരു പുലരി കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളെയും ഈ മോർണിംഗ് ഡിവോഷനിലേക്ക്, മോർണിംഗ് മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ വേദഭാഗം എഫേസ്യർക്കെതിരെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യം. എഫേസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിൽ നിന്നും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഇപ്രകാരം നമ്മൾ ഈ ദിവസത്തെ മോർണിംഗ് മന്ന ചിന്തിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ആമുഖമായി നൽകിയിരിക്കുന്നതായ ഭാഗം എലിസബത്ത് രാജ്ഞിയുടെ 92-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആ റോയൽ ആൽബർട്ട് ഹാളിന് ചുറ്റും ആയുധധാരികളായ പോലീസ് സൈന്യത്തെ വിനിയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരെ അവിടെ സുരക്ഷയ്ക്കായിട്ട് വെച്ചിരുന്നു. ആ രാജ്ഞിയുടെ സുരക്ഷയെ മുൻനിർത്തി മാത്രമല്ല, ബാക്കി ഉള്ളതായ എല്ലാ രാജകുടുംബത്തിൽ നിന്നും ഒരുപാട് വിശിഷ്ട വ്യക്തികൾ, VIPs കടന്നു വരും. അപ്പോൾ അവരുടെയൊക്കെയും ആ കുടുംബത്തിലെ, രാജകുടുംബത്തിലെ എല്ലാ വ്യക്തികളുടെയും സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ പോലീസുകാരെയും വിത്ത് ആർമർ, അല്ലെങ്കിൽ ആ ആയുധങ്ങളോടുകൂടി അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ഈ രാജ കുടുംബത്തിന് ആവശ്യമായ സുരക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിന്റെ സഭ എല്ലാ ആളുകളെയും ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് വിളിക്കുന്ന ഒരു സ്ഥലമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ദൈവസഭയിലേക്ക് കടന്നു വരുന്നതായ എല്ലാ ദൈവമക്കളും ആ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മുടെ കുടുംബം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനും മേലെ സ്നേഹിക്കുന്നതും എല്ലാത്തിനും ഉപരിയായിട്ട് പ്രയോറിറ്റി നൽകുന്ന നമ്മുടെ സ്വന്തം, നമ്മളെ ഓൺ ഫാമിലിയാണ്, നമ്മുടെ സ്വന്തം കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും നമ്മൾ എത്രമാത്രമാണ് ടേക്ക് കെയർ ചെയ്യുന്നത്, കെയറിങ് ചെയ്യുന്നത് ഒക്കെ നമുക്കറിയാം. അതുപോലെ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു സഭയായിരിക്കുമ്പോൾ, ഒരു ദൈവാലയത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, പരസ്പരം കാണുമ്പോൾ അവരുടെ കുറ്റങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാതെ പരസ്പരമായുള്ള ദൈവ സ്നേഹത്തിൽ വളരുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്രകാരം എല്ലാവർക്കും ദൈവ കുടുംബത്തിൽ അംഗമാകുവാൻ സാധിക്കില്ല. അതിനായിട്ട് പ്രത്യേകം വിളിയുള്ളവരെ ദൈവം പ്രത്യേകിച്ച് വിളിച്ച് വേർതിരിച്ച ഒരു കൂട്ടം ജനതയുണ്ട്. അവർക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു അവകാശം, അധികാരം ഒക്കെയും ദൈവം നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ ഒരാളാണ് നമ്മ ഓരോരുത്തരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെയും ദൈവത്തിന് യോഗ്യമാം വണ്ണം നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ നടക്കുക. 2 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇത് പൊതുവായി മനസ്സിലാക്കപ്പെട്ട ഒരു പദവിയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയതായ ലേഖനം 16-ാം അധ്യായം 1-2 വാക്യങ്ങൾ: നമ്മുടെ സഹോദരിയും കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്കു യോഗ്യമാം വണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്കു നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏതു കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്കും, വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഒരു സ്ത്രീയെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ സഹോദരിയെ അവർ എത്രമാത്രമാണ് കെയറിങ് ചെയ്തത്, കൈക്കൊണ്ടത്. നമ്മൾ പുതുതായിട്ടും ഓരോ വ്യക്തികൾ സത്യമറിഞ്ഞ് സത്യസഭയിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് കടന്നു വരുമ്പോൾ, നമ്മുടെ ആ സഭയാകുന്ന ദൈവസഭയാകുന്ന കുടുംബത്തിലേക്ക് അവരും പുതിയ അംഗമായിട്ട് വരുമ്പോൾ നമ്മൾ അവരെ എത്രമാത്രമാണ് കെയറിങ് ചെയ്തത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പലരും ഒന്നും മിണ്ടുക പോലും ചെയ്യാതെ, പരിചയമൊന്നും കാണിക്കാതെ അവർ നടക്കും. ഞാൻ ഈ സഭയിൽ ഇങ്ങനെയാണ്, ഞാൻ ട്രഷററാണ്, അല്ലെങ്കിൽ ഞാൻ സെക്രട്ടറി ആണ് എന്നൊക്കെയുള്ള ഒരു
ആ ഒരു ബോധ്യത്തിലാണ് പലരും നടക്കുന്നത്. അതൊക്കെയും കളഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ദൈവസഭയിലെ കുടുംബത്തിൽ അല്ലെങ്കിൽ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് നമ്മൾ പരിഗണിക്കുക. നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ സഭയിൽ വരുന്ന എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ്. മക്കൾ വരുമ്പോൾ നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ്. നമ്മൾ മുതിർന്ന വ്യക്തികളെ കാണുമ്പോൾ, എൽഡേഴ്സിനെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കുക, അവരോടൊക്കെയും നല്ല രീതിയിൽ ഇടപഴകുക, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവർക്ക് നൽകി കൊടുക്കുക. പരസ്പരമുള്ള ഒരു സ്നേഹത്തിൽ കഴിയുവാനായിട്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും ഗലാത്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നു കണ്ടും എനിക്കു ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ടും തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. അപ്പോൾ പൗലോസിനെയും അതുപോലെ പൗലോസിന്റെ കൂട്ടാളി ബർന്നബാസിനെയൊക്കെയും നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെയും സഹായിപ്പാനായിട്ട് ആ സഭയിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആ ദേശത്തുള്ള വ്യക്തികളൊക്കെയും ഒരുങ്ങിയിരുന്നു. അവർക്ക് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്ക് പരസ്പരം മറ്റുള്ളവരെ സഹായിക്കാനുള്ളതായ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ദൈവത്തിന്റെ കുടുംബത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കുടുംബമാണ്. ആ കുടുംബത്തിൽ നമ്മൾ എല്ലാവരും ഒരുമനപ്പെട്ടുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമോ ഒക്കെ നമ്മൾ കൂടി വരുമ്പോൾ സ്നേഹത്തോടെ മറ്റുള്ളവരിലേക്ക് ഇടപഴകാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കുക. അവസാന ഭാഗത്തേക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് പ്രായോഗത്തിൽ വരുത്തുക. എന്താണ് നമ്മൾ പ്രായോഗത്തിൽ വരുത്തേണ്ടത്? ദൈവത്തെ സേവിക്കുന്നതിലെ ഏറ്റവും വലിയ സ്വപ്നത്തെക്കുറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും സഭയിലെ ഒരു അംഗത്തോട് ചോദിക്കുക. അത്തരത്തിൽ ദൈവത്തെ നമ്മൾ സേവിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ, ദൈവമായിട്ടുള്ള ഇടപഴകൽ നമ്മൾ നല്ല രീതിയിൽ നടത്തുമ്പോൾ, ബന്ധം പുലർത്തി വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവരേക്ക് പകർന്നു നൽകുക, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുക ഒക്കെ നമ്മൾ സഭയിൽ വരുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് ചോദിക്കുക. നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ലോക കാര്യങ്ങളാണ് ചോദിക്കുന്നത്, ലോക കാര്യങ്ങളാണ് സഭയിൽ കടന്നു വരുമ്പോൾ ചോദിക്കും. പക്ഷെ ദൈവിക കാര്യങ്ങളിലേക്ക് ഇടപഴകുവാനായിട്ട് നമ്മെ തന്നെ ശ്രമിക്കാം. നമ്മളെല്ലാവരും ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്. അംഗങ്ങൾ പരസ്പരം സ്നേഹിച്ച് ഈ അന്ത്യനാളുകളിൽ വിശ്വസ്തയോടെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഈ പകൽക്കാലം ഓർമ്മപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അവസാനമായിട്ട് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കുറച്ച് ജന്മദിനം ആഘോഷിക്കുന്നവർ നമ്മുടെ മധ്യയുണ്ട്. അവർക്കൊക്കെയും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു പുലരി കണ്ടുണരുവാൻ അടിയങ്ങളെ സഹായിച്ചു. രാത്രികാലം സുഖമായ ഉറക്കത്തെ തന്നു. വരാമായിരുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് വിടിവെച്ചു. അതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയങ്ങളെ കേൾപ്പിച്ചു നല്ല ചിന്തയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അടിയങ്ങളെല്ലാം അങ്ങയുടെ കർത്താവെ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്. അടിയങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. ആ ദൈവ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കുമ്പോൾ അടിയങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കർത്താവെ മനോഭാവമായി വളർത്തിയെടുക്കുവാൻ അടിയങ്ങളെ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് അടിയങ്ങൾ ഓരോരുത്തരെയും ഹൃദയങ്ങളിൽ വസിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അടിയങ്ങൾ കർത്താവെ സഭയിൽ ദൈവ ആലയത്തിൽ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുമായുള്ള ഇടപഴകൽ കർത്താവെ നല്ല രീതിയിൽ, രമ്യമായ രീതിയിലൊക്കെയും എളിമയോടെ ഒക്കെയും ഇടപഴകാനായിട്ട് അടിയങ്ങളെ സഹായിക്കുമാറും പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്നത്തെ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ ദൈവമക്കളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം പേര് നൽകിയിരിക്കുന്നതായ അർച്ചിത അജി, അതുപോലെ ഷിബു കെ ജോൺ, എബാന ജോൺ, അതുപോലെ ബിജു പി ജെ, ബിന്ദു കുഞ്ഞുമോൻ, കൊച്ചുമോൻ സാം, അതുപോലെ ജുവൽ നിഷാജ്, ഈ പ്രിയപ്പെട്ടവരെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് കർത്താവെ കഴിഞ്ഞ ഒരു വർഷക്കാലം അനുഗ്രഹവും സമ്പത്തും സമൃദ്ധിയും ഒക്കെയും നൽകി വരാമായിരുന്ന എല്ലാ ആപത്തുകളിലും കർത്താവ് വിടിവിച്ചതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഇനിയുള്ളതായ വരുവാനിരിക്കുന്ന കാലങ്ങളെയും വർഷങ്ങളെയൊക്കെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ച് നൽകി കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളായിട്ട് വളർന്നു വരാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും സഹായിക്കുവാനും പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. AP സെക്ഷനായി പ്രാർത്ഥിക്കുന്നു. ആഗോള വ്യാപകമായി എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ ഐശ്വര്യത്താലും നന്മകളാലും കൊണ്ട് നിറയ്ക്കണം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്താവെ പകൽക്കാലം അടിയങ്ങൾക്ക് അനുഗ്രഹമായി
തീരുവാനോട് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസത്തെ ആശംസിച്ചു കൊള്ളുന്നു. ആമേൻ.